ബി ബോട്ടിൽ ഫാക്ടറിയിൽ ഇതാ അടുത്തൊരു ട്വിസ്റ്റ് വന്നിരിക്കുന്നു. ഇന്നലെ ടാസ്കിൽ മോശപ്രകടനം കാഴ്ചവെച്ച ജിഷിനും നെവിനും പണി കിട്ടിയിരിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും സ്ഥാനം അങ്ങ് തെറിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജിഷിൻ ക്വാളിറ്റി കൺട്രോളർ ഓഫീസറായും നെവിൻ ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഓണറുമായിട്ടായിരുന്നു ഇതുവരെ ടാസ്കിൽ ഉണ്ടായിരുന്നത്. ടാസ്കിൽ മോശപ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ജിഷിന്റെ സ്ഥാനത്തേക്ക് മറ്റുള്ള ഏജന്റുമാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്തുകൊണ്ട് സാബുമേനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ടാസ്കിൽ സാബുമേനായിരിക്കും ക്വാളിറ്റി കൺട്രോളർ ഓഫീസറായി മാറുവാൻ പോകുന്നത്. നെവിൻ്റെ സ്ഥാനത്തേക്ക് അതുപോലെ തന്നെ ഏജന്റുമാരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. ഇതിൻ്റെ കൂടെ വേറൊരു ട്വിസ്റ്റും കൂടി ബിഗ് ബോസ് നൽകിയിരിക്കുന്നു. ഇനി മുതൽ 2 ജ്യൂസ് കമ്പനികളല്ല, മൂന്നാമതായി മാംഗോ ജ്യൂസ് കമ്പനി കൂടി ഇവിടേക്ക് വരുന്നുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പേരെ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഒന്ന് ഓറഞ്ച് കമ്പനിക്കും രണ്ടാമതായി മാംഗോ കമ്പനിക്കുമുള്ള ഓണേഴ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ എല്ലാവരും വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആര്യനും ഷാനവാസുമായിരുന്നു സെലക്ട് ആയിരുന്നത്. പിന്നീട് അവർക്ക് ഏത് ജ്യൂസ് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നതായിരുന്നു പിന്നീടുണ്ടായിരുന്ന ഒരു ടാസ്ക്. എന്നാൽ അതിനും മത്സരം തന്നെയായിരുന്നു. മാംഗോ കമ്പനിക്കായി ആയിരുന്നു ഷാനവാസും ആര്യനും മത്സരിച്ചു കൊണ്ടിരുന്നത്. അവസാനം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങളൊരു ധാരണയിലേക്ക് എത്തുക. എന്തൊരു ബാലിശമായ ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഷാനവാസ് ഓറഞ്ച് കമ്പനിയുടെ ഉടമയും ആര്യൻ മാംഗോ കമ്പനിയുടെ ഉടമയുമായിരിക്കുന്നു. തീർന്നില്ല ട്വിസ്റ്റ്. ടാസ്കിൽ മോശപ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ജിഷിനും നെവിനും ഒരു പണിഷ്മെന്റ് കൂടി ബിഗ് ബോസ് നൽകിയിരിക്കുകയാണ്. ബിഗ് ബോസ് അവരെ നേരിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ബിഗ് ബോസ് പറയുന്ന സമയം വരെ ഇനി ജയിലിലായിരിക്കും അവർ കഴിയാൻ പോകുന്നത്. ഇത് കേട്ടതിന് ശേഷം ജിഷിനും നെവിനും കെട്ടിപ്പിടിച്ച് ഉമ്മയെല്ലാം വെച്ചതിന് ശേഷം, വായോ നമുക്കൊരു സിഗരറ്റ് വലിച്ചു കൊണ്ടുവരാം, ഇനി നമുക്ക് ടാസ്കിലൊന്നും പങ്കെടുക്കുവാൻ കഴിയില്ല, ഇവരുടെ കളികളെല്ലാം നമുക്ക് ജയിലിൽ നിന്ന് കണ്ടു കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയായിരുന്നു. കൂടുതൽ ബി അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.